ക്വിറ്റ് ഇന്ത്യ. നമുക്കൊരു മുദ്രാവാക്യം വിളിക്കാം. എന്താണ് മുദ്രാവാക്യം? മോഡി ക്വിറ്റ്. എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം ഒന്ന്, ഒരു ഹിന്ദു ഭരണഘടന, ഒരു ജാതീയ ഭരണഘടന, മതാധിഷ്ഠിതമായ ഭരണഘടന, രാമായണത്തെയും അതുപോലെ വേദങ്ങളെയും ഒക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഭരണഘടന രൂപപ്പെടുത്തി നാഗപ്പൂരിൽ വെച്ചു. അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല, നാളെ രാവിലെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല, നാളെ രാവിലെ പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ രാജ്യത്തിന്റെ മൗലികമായ ജനങ്ങളുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ജനകീയ അവകാശങ്ങളെ കുറിച്ച് ധീരമായി പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെന്നുള്ള അത്യഭൂതപൂർവമായ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇനി സമരം ഉണ്ടാകുന്നത്. ഇതിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സ്ഥിതിവിശേഷത്തിന് ഇരയായി തീരുവാൻ എനിക്ക് അവസരമുണ്ടായി. അത് 51 വർഷങ്ങൾക്ക് മുൻപാണ്. ഞങ്ങളെയൊക്കെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഞങ്ങൾ ജയിലിൽ കിടന്നു. പുറമേ ജനങ്ങളുടെ പോരാട്ടം നടന്നു. JP അതിന് നേതൃത്വം നൽകി. ആ കാര്യങ്ങളെ ഒന്ന് പരിഷ്കരിക്കുവാൻ, ഒന്ന് അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ ദൃഢമൂലമായ, വളരെയധികം അതിനേക്കാൾ അസ്തിത്വമുള്ള, അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഗൂഢാലോചനകൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ആരംഭിച്ചതാണ്. 1935 മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അത് നാഗപ്പൂരിലാണ് ആരംഭിച്ചത്. 5 ബ്രാഹ്മണ ശ്രേഷ്ഠക്കളാണ് അതിന് പ്രാരംഭം കുറിച്ചത്. അത് ഈ രാജ്യത്ത് ഒരു പാരലൽ ശക്തിയായി, സമാന്തര ശക്തിയായി വളർന്നു വരികയും ആ സമാന്തര ശക്തിക്ക് ജാതീയമായ പിന്തുണ ഉണ്ടാകുകയും ചെയ്തപ്പോൾ തൊട്ടടുത്ത പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ച ആ രാഷ്ട്രീയ വികാരത്തിന്റെ പ്രതിബിംബം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രം ഉണ്ടാകണം എന്ന് അന്ന് എഴുതിവെച്ച ഭരണഘടന, അവർ എഴുതിവെച്ച ഭരണഘടന, അതിന്റെ പേര് ഹിന്ദു രാഷ്ട്ര ഭരണഘടന എന്നാണ്. അത് ഗോൾവാക്കറും അതുപോലെ ഉള്ള ആളുകൾ, ഗോഡ്സെയും ഒക്കെ രൂപം കൊടുത്ത ഭരണഘടനയാണ്. അത് പൊടി തട്ടിയെടുത്തിരിക്കുന്നു. അത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യൻ ജനതയുടെ മേൽ സ്ഥായിയായി അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സമരമെന്ന് നാം വിശേഷിപ്പിക്കുന്ന ആവേശത്തോടുകൂടി ഇന്ത്യൻ ജനത എടുത്തുചാടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസം എനിക്ക് നിങ്ങളെ അനുസ്മരിപ്പിക്കാനുള്ളത്. അത് നമ്മുടെ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ ഭരണഘടനയിൽ അന്തർലീനമായിരിക്കുന്ന അധികാര ശക്തികൾ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ, സ്വന്തം ആധിപത്യം സ്ഥാപിക്കുവാൻ നടത്തിയ ശ്രമമായിരുന്നു 1975 അടിയന്തരാവസ്ഥയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഏകാധിപത്യ ഭരണ സമ്പ്രദായങ്ങൾ. അതിനെ ചെറുത്തു നിൽക്കാൻ വയോധികനായ JPക്ക് വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് അവർ ആരംഭിച്ച നവനിർമ്മാൺ സമിതിയും ഛാത്ര സംഘർഷ സമിതിയും എല്ലാം ചേർന്ന് ബീഹാറിൽ നിന്ന് ആരംഭിച്ച സമരത്തിനും പ്രക്ഷോഭണത്തിനും, വിദ്യാർത്ഥി പ്രക്ഷോഭണത്തിനും സാധിച്ചു എങ്കിൽ ചരിത്രം പുനരാവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത്. ആ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് അതൊരു പുത്തൻ ചരിത്രമായി രേഖപ്പെടുത്തുവാനുള്ള പ്രാരംഭം തുടികൊട്ട്, കേളികൊട്ട് അങ്ങ് ജന്തർമന്ദിറിൽ കേൾക്കുന്നുണ്ട്. അവിടെ അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിനി ഈ രാജ്യത്തൊട്ടാകെ ഉണ്ടാക്കി ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള, അതായത് 1935
എഴുതി വെച്ചിട്ടുള്ള ഹിന്ദുരാഷ്ട്ര ഭരണഘടന നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പായി അതൊരു ഏകാധിപത്യ രീതിയിലൂടെ ഒരു ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കയ്യാളുകളും കൂടി നടപ്പാക്കുന്നതിന് മുമ്പ് അത് നടപ്പാക്കാൻ കഴിയാത്തവണ്ണം ഈ രാജ്യത്തെ ജനസംഖ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ആവേശം, അതിനാവശ്യമായ പ്രവർത്തന രീതി ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രാരംഭമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നടത്തുന്ന ഈ സമ്മേളനവും ഇതുപോലെ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഒട്ടേറെ ആളുകൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ. സഖാക്കളെ, എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, അതിനാവശ്യമായ പ്രവർത്തന ശൈലികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ ഉത്തേജനം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ ആരംഭിച്ചുവെങ്കിൽ തൊഴിലാളികൾ ഇവിടെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് നാളെയാണ്. നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്ന തൊഴിലാളികൾ ഡൽഹിയിൽ പാർലമെന്റ് വളഞ്ഞ് പാസാക്കിയ നിയമം പിൻവലിക്കാൻ ശക്തിയാർജിച്ച കർഷക നേതാക്കൾ, ആ കർഷക നേതാക്കൾ കൂട്ടായി നിന്നിവിടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി പാർലമെന്റ് പാസാക്കിയ നിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞ രാജ്യത്തെ കർഷക ശക്തി, രാജ്യത്തെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ന് ചലിപ്പിക്കുന്നുവെങ്കിൽ അത് മിനിറ്റ് കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്ന തൊഴിലാളി വർഗത്തിന്റെ ശക്തി, കോളേജുകളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ തെരുവിലേക്കിറങ്ങി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന, ഞങ്ങൾ അടിച്ചമർത്തുന്ന പോലീസ് മാറണമെന്ന് പറയുന്ന, ഞങ്ങളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്തുകൊണ്ട് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാവിയെ വഷളാക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന യുവജന വിഭാഗം കളമൊരുങ്ങുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതാണ്, രണ്ടാം വിമോചന സമരത്തിൽ ഭാഗവാക്കായി ജയിലിൽ പോകാൻ കഴിഞ്ഞ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മൂന്നാം വിമോചന സമരത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട വലിയ പ്രക്ഷോഭണത്തിന്റെ തുടികൊട്ട് രാജ്യമെമ്പാടും കേൾക്കുന്നുണ്ട്. നാളെ ഇന്ത്യയെമ്പാടും തൊഴിലാളികൾ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഡൽഹിയിൽ കർഷകർ തെരുവുകളിലാണ് സമരത്തിന്റെ മുന്നേറ്റവുമായി. വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇവിടെ മാറ്റത്തിന്റെ തുടക്കം അത് കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ശ്രീ പുല്ലുടൻ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഖാക്കളെ, നമുക്ക് മുന്നോട്ട് പോകാം, മുൻപോട്ട് തന്നെ ചലിക്കാം. പിന്നോക്കമില്ല, പിന്നോക്കം നിൽക്കാൻ പാടില്ല. നമുക്ക് പ്രദാനം ചെയ്ത ഡോക്ടർ അംബേദ്കർ പ്രദാനം ചെയ്ത ഭരണഘടന സ്ഥായിയായി നിലനിൽക്കേണ്ടതല്ലേ? ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്ന ഭരണഘടനയാണ് നമ്മുടേത്. മഹത്തരമെന്ന് പറയുന്ന ഭരണഘടന. ഇതുപോലൊരു ഭരണഘടന ലോകത്തെങ്ങും ഇല്ലെന്ന് പറയുന്ന സംവിധാനം. ഒട്ടേറെ രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ച്, 125 രാഷ്ട്രങ്ങളെക്കുറിച്ച് പഠിച്ച്, അവിടെയൊക്കെയുള്ള സമ്പ്രദായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അധികാര വികേന്ദ്രീകരണത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആളുകൾ കോട്ടവകാശം നൽകി മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന സമ്പൂർണ്ണ ജനാധിപത്യത്തിന്റെയും മാതൃകയായി തിരഞ്ഞെടുപ്പുകളിലൂടെ വളർന്നു വന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നിർവചിക്കപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ആ സമ്പ്രദായത്തിൽ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുണ്ട്. ഞാനും നിങ്ങളും, മോഡിയും നിങ്ങളും എല്ലാം സമന്മാരാണ്. ഭരണഘടന അന്തസ്സത്തേതല്ലേ? എല്ലാവരും സമന്മാരാണ്, ഈക്വാളിറ്റി. ആ ഈക്വാളിറ്റി ആസ്പദമാക്കിക്കൊണ്ട് ഭരണഘടന രൂപീകരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ നേതാക്കൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ
സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിക്ക് ഒരു ലക്ഷ്യമുണ്ട്. തെരുവിൽ കിടക്കുന്ന ഏറ്റവും എളിയവനും എന്നെ പോലെയാകുമ്പോൾ മാത്രമേ, ഞാനും അവനും സമനാകുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിനേക്കാൾ വലിയ ജനാധിപത്യം എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യ ബോധം എന്താണുള്ളത്? അതിനേക്കാൾ വലിയ തുല്യതാബോധം എന്താണുള്ളത്? സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവനും എന്നെ പോലെ തന്നെയാകണം. നമ്മുടെ ഭരണഘടനയുടെ ഉൾക്കാഴ്ച അതാണ്. അതിനുവേണ്ടി ആമുഖവും വിവിധ മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും ജുഡീഷ്യറിയുടെ ഫങ്ഷൻസും അതുപോലെ അധികാരത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ പാർലമെന്റും പഞ്ചായത്തുകളും സഹകരണ സംഘങ്ങളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വ്യക്തമായി വകുപ്പുകളായി എഴുതി നിജപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ത്യാഗോജ്ജലമായ സമരങ്ങളുടെ അനുസ്മരണമാണ് ഇന്ന് ഓഗസ്റ്റ് 9. ആ ഉൾക്കാഴ്ചയോടുകൂടി മുന്നോട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് പാഞ്ഞിറങ്ങിയ സന്ദർഭം. എന്റെ സഹപ്രവർത്തകനും സ്നേഹിതനുമായ ഡോക്ടർ ജി പരേഖ്, അദ്ദേഹം 103 വയസ്സ് വരെ ജീവിച്ച് അടുത്തയിടെ മരിച്ചു. സോഷ്യലിസ്റ്റാണ്. 1942 ഗാന്ധിജി വിളിച്ചുകൂട്ടിയ ചെറുപ്പക്കാരുടെ സമ്മേളനത്തിൽ പറഞ്ഞു, എന്ത് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് പേര് കൊടുക്കണം? ക്വിറ്റ് ഇന്ത്യ. ഇത് നിർദ്ദേശിച്ചത് ഡോക്ടർ ജി പരേഖാണ്. ക്വിറ്റ് ഇന്ത്യ. നമുക്കൊരു മുദ്രാവാക്യം വിളിക്കാം. എന്താണ് മുദ്രാവാക്യം? മോഡി ക്വിറ്റ്. അതായിട്ട് നമ്മുടെ മുദ്രാവാക്യം. മോഡി ക്വിറ്റ് ഇന്ത്യ. ഇത് പറയാറായോ? ഇത് പറയാൻ തയ്യാറെടുക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നാം തയ്യാറുണ്ടോ? പോസ്റ്റർ വെച്ചതിനെ ഹൈക്കോടതിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന പുല്ലൂടൽ നമുക്ക് മാതൃകയാണ്. നാളെ തുറങ്കലിറക്കപ്പെടുന്ന നിങ്ങൾ ഇതിന് മാതൃകയാണ്. പക്ഷെ നിങ്ങൾ വിളിക്കേണ്ട ഒരു മുദ്രാവാക്യമുണ്ട്, ക്വിറ്റ് മോഡി ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ മിസ്റ്റർ മോഡി എന്ന് നാം വിളിക്കണം. ആവശ്യമല്ലേ? എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം ഒന്ന്, ഒരു ഹിന്ദു ഭരണഘടന, ഒരു ജാതീയ ഭരണഘടന, മതാധിഷ്ഠിതമായ ഭരണഘടന, രാമായണത്തെയും അതുപോലെ വേദങ്ങളെയും ഒക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഭരണഘടന രൂപപ്പെടുത്തി നാഗപ്പൂരിൽ വെച്ചിട്ടുണ്ട്. ആ ഭരണഘടന നമ്മുടെ തലയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് ഡോക്ടർ അംബേദ്കറും ഇന്ത്യയിലെ ഭരണസമിതിയും ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഭരണഘടനാ സമിതിയും ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്ത് ലോകത്തിലെ മഹത്തരമായ എന്നവകാശപ്പെടുന്ന എഴുതി വയ്ക്കപ്പെട്ട ഈ ഭരണഘടന ശാശ്വതമായി നിലനിൽക്കണം. അത് ശാശ്വതമായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ നാം രൂപപ്പെടുത്തിയെടുക്കണം. അതിൽ ക്രോച്ച് സമരരംഗത്ത് വന്നാലും, തൊഴിലാളികൾ സമരരംഗത്ത് വന്നാലും, കർഷകർ സമരരംഗത്ത് വന്നാലും, ബഹുജനം സമരരംഗത്ത് വന്നാലും അത് നമ്മുടെ ഉള്ളിൽ തട്ടിയ സമരങ്ങളുടെ ഭാഗമായി തീരണം. തോക്കുകളുണ്ടാവും, ജയിലിൽ പോകേണ്ടി വരും, വെടിവെപ്പുകൾ ഉണ്ടാവും. അഭിമുഖീകരിക്കാൻ തയ്യാറാവും. അതിനെ അഭിമുഖീകരിക്കാൻ ഒരു ജനത തയ്യാറാകുമ്പോൾ മാത്രമേ ഈ വഷളന്മാരായ ഭരണകൂടം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കൂ സമൂഹത്തെ തയ്യാറാക്കിയെടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ സമ്മേളനം. ഇതുപോലെ ഒട്ടേറെ സമ്മേളനങ്ങൾ നടക്കും. അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല, നാളെ രാവിലെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല, നാളെ രാവിലെ പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ രാജ്യത്തിന്റെ മൗലികമായ ജനങ്ങളുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ജനകീയ അവകാശങ്ങളെക്കുറിച്ച് ധീരമായി പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെന്നുള്ള
അത്യഭൂതപൂർവമായ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇനി സമരം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സ്നേഹിതരെ, തയ്യാറാവൂ. ഡു ഓർ ഡൈ, ഇറ്റ് ഈസ് ടൈം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് അതാണ്, ഡു ഓർ ഡൈ. ഗാന്ധിജി പറഞ്ഞ വാചകം ക്വിറ്റ് ഇന്ത്യയിൽ അദ്ദേഹം നമുക്ക് നൽകിയ ആഹ്വാനം ഇന്ന് പ്രസക്തമാണ്. നമ്മുടെ ഭരണഘടനാ വെല്ലുവിളികളെ നേരിടുന്നു. നമ്മുടെ ഭരണകൂടം അരിഞ്ഞാട്ടം നടത്തുന്നു. നമ്മുടെ ഭരണകൂടം എല്ലാ കാര്യങ്ങളെയും വളച്ചൊടിക്കുന്നു. പാർലമെന്റ് ശക്തമായ ഒരു വേദിയല്ല. പുറത്തുനിന്ന് കുറെ ഒച്ച വെക്കാൻ കഴിയുന്നു എന്നല്ലാതെ നാം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക്, പ്രതിപക്ഷാംഗങ്ങൾക്ക് പ്രാവർത്തികമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ ഭൂരിപക്ഷമാണ്. അവിടെ പിന്നീടുള്ളത് ആളുകളെ വിലയ്ക്ക് വാങ്ങലാണ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങലുകൾ രാജ്യത്തെമ്പാടും നടക്കുന്നു. അധികാരത്തിന്റെ കസേരകളെ നോക്കിക്കൊണ്ടുപോകുന്ന കക്ഷികളുടെ നേതാക്കന്മാരെ നിന്നുകൊടുക്കുന്നു. അപ്പൊ അവിടെ പ്രസക്തി വേണ്ട. അതിനപ്പുറത്ത് വേറെ എന്തോ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് എനിക്കുള്ള സന്തോഷം. അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ജന്തർ മന്ദറിൽ കേട്ട ശബ്ദം. ആ ജന്തർ മന്ദറിൽ കേട്ട ശബ്ദം ഇനി അങ്ങോട്ട് രാജ്യത്തെമ്പാടും ഉയരണം. ലോകത്തെ, ഇന്ത്യയിൽ മുഴുവൻ ഉയരണം. പ്രശ്നങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഞങ്ങൾ ഇത്തരം ഭരണ സമ്പ്രദായങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയുടെ വളർന്നു വരണം. ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് അതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രക്ഷോഭണത്തെ, ഈ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ധീരമായി ചലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഏവരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഏറ്റവും വിനയപൂർവമായി അപേക്ഷിക്കുവാനുള്ളത്. നാം പ്രശ്നങ്ങളെ ദീർഘമായി ആഗ്രന്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. നമ്മുടെ ഭരണഘടന പോലെ മറ്റൊരു ഭരണഘടന ലോകത്തില്ല. അത്ര മനോഹരമാണ്. അവിടെ നാം എല്ലാം തുല്യരാണ്. ആ തുല്യതാബോധത്തിലാണ് അത് ഉറച്ചു നിൽക്കുന്നത്. അവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അധികാരത്തിന്റെ ശക്തികളെ നിർവചിച്ചിട്ടുണ്ട്. ആര് എന്തായിരിക്കണം, ജുഡീഷ്യറി എന്താണ്, എക്സിക്യൂട്ടീവ് എന്താണ്, പാർലമെന്റ് എന്താണ്, വളരെ വ്യക്തമായ അധികാര വികേന്ദ്രീകരണം. അവിടെ ചതുസ്തംഭരാഷ്ട്ര സിദ്ധാന്തമുണ്ട്. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പഞ്ചായത്ത്, കേന്ദ്രം, ചതുസ്തംഭ രാഷ്ട്ര സിദ്ധാന്തം. അവിടെ നമുക്കാവശ്യമായ മുൻഗണനകൾ നൽകിക്കൊണ്ട് പിന്നോക്ക വിഭാഗത്തെ, ഇന്ന് അനുസ്യൂത ജാതിയെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനതയെ അവർക്ക് റിസർവേഷൻ നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാനുള്ള വകുപ്പുകളുണ്ട്. അവിടെ തുല്യത പ്രകടിപ്പിക്കുന്ന 3 ശക്തികളുണ്ട്: പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ സ്വതന്ത്രമാണ്. അവിടെ സ്റ്റേറ്റ് ഉണ്ട്, സംസ്ഥാനമുണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, പഞ്ചായത്തുണ്ട്. ചതുസ്തംഭമാണ്. അതിമനോഹരമായ ഭരണഘടന, ജനാധിപത്യത്തിന്റെ ഉത്തമമായ മാതൃക. അതെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് പണ്ട് തയ്യാറാക്കി വെച്ച ഒരു ഹിന്ദു രാഷ്ട്ര ഭരണഘടനയുണ്ട്. അത് പൊടി തട്ടിയെടുക്കുന്നു. എവിടെ നിന്ന്? നാഗപ്പൂരിൽ നിന്ന്, RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ്. അത് വ്യക്തമാക്കുന്നത് ഒന്നാണ്. എന്താ വ്യക്തമാക്കുന്നത്? അത് ഹിന്ദു ആണ് ഞാൻ, ഹിന്ദുസ്ഥാൻ, ഹിന്ദുവിൻ്റെതാണ് ഇന്ത്യ. ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ.
ഹം ഹിന്ദു ഹേ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ മുദ്രാവാക്യം? എന്നാൽ ഇത് ഇന്ത്യയിലെ ഒരു മന്ത്രി ചിക്കാഗോയിൽ ചെന്ന് നമ്മുടെ വിവേകാനന്ദന്റെ സ്മരണയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പ്രകടനത്തിൽ അവിടെ ഇരുന്ന് വിളിച്ചതാണ്. കൂടുള്ളവരും വിളിച്ചു, ഹം ഹിന്ദു ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ. ഉമാഭാരതി എന്ന മന്ത്രി. നമ്മുടെ ഭരണഘടന അതിനെതിരാണ്. हम हिंदू है, हम मुस्लिम है, हम क्रिश्चियन है, हम सब है, हम एक है, हम ഇന്ത്യൻ है. ഇത് മാറ്റിമറിച്ചുകൊണ്ട് हम हिंदू है, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന് വിളിക്കുന്ന ഒരു ഭരണഘടന നിങ്ങൾക്ക് വേണോ? ആ ഭരണഘടനയുടെ പുതിയ ഭരണഘടനയുടെ ദൃശ്യം അതാണ്, തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് നാഗപ്പൂരിലെ ആസ്ഥാനത്തിരിപ്പുണ്ട്. അതിനെ കൊണ്ടുവന്നാൽ മതി. അത് കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിക്കോ മോഡിയെ? അത് കൊണ്ടുവരണ്ടായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോക്രോച്ചിനെ അനുകരിക്കണം. അതെന്താ പറയുന്നേ? അതിവിടെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? ഒക്കല എന്ന് പറയുന്ന സ്ഥലത്ത്, ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, നോയിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിയനുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. തൊഴിലാളി ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ പ്രക്ഷോഭണത്തിലാണെന്ന് പറഞ്ഞു. ഫാക്ടറികൾ പൂട്ടി. നിങ്ങൾ അറിഞ്ഞോ ഇതുപോലെ? നാളെ ഇവിടെയും ഇതെല്ലാം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനിരിക്കാനെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. സെന്റ് ആൽബർട്ട്സിൽ നിന്ന് പിള്ളേരിറങ്ങും, തേവരയിൽ നിന്ന് പിള്ളേരിറങ്ങും, കോടതിയിൽ നിന്ന് വക്കീലന്മാരിറങ്ങും. അവര് ഹം ഹിന്ദു ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്നല്ല പറയാ. ഹംകോ ഏക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഹേ, ഓ ജീത്രാ ഹേ. ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന ജീവിക്കണം. ആ ഭരണഘടനയെ നിലനിർത്താൻ, ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ, ആ സമൂഹത്തെ നിലനിർത്താൻ, ആ മതസ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ, മതനിരപേക്ഷതയെ നിലനിർത്താൻ ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ചങ്കൂറ്റവുമായി, മുദ്രാവാക്യവുമായി ജനങ്ങൾ കടന്നു വരും. ഇതാ സമയമായിരിക്കും. തയ്യാറെടുക്കും. ആ തയ്യാറെടുപ്പിലൂടെ ഇന്ന് നടത്താൻ പോകുന്ന നമ്മുടെ ഭരണഘടനയെ മാറ്റി ഹം ഹിന്ദു ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന ഭരണഘടന വരുന്നതിന് മുമ്പ് പോരാട്ടത്തിന് തയ്യാറാവും. ആ പോരാട്ടത്തിൽ നാന്ദി കുറിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നടത്തിയ ഈ സമ്മേളനത്തിൽ, ഇതുപോലെ ഇനി രാജ്യത്തെമ്പാടും നടക്കാൻ പോകുന്ന സമ്മേളനങ്ങളെയും പ്രക്ഷോഭങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവയുടെ മുന്നണി പടയാളികളായി മാറാൻ നിങ്ങളോട് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.